ഞാൻ ദീപ്തിമോൾ തിരുവനന്തപുരം. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയമ്മ, കേരളത്തിലല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2018 പത്മശ്രീ അവാർഡ് ലഭ്യമാക്കിയ ആയുർവേദത്തിന് വിഷചികിത്സയ്ക്ക് പത്മശ്രീ അവാർഡ് ലഭ്യമായ ലക്ഷ്മിക്കുട്ടിയമ്മയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ദയനീയമായ സാഹചര്യമാണ്. നമ്മൾ വാർത്തകളിൽ കാണുന്ന പോലെയല്ല, ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ന് അമ്മയ്ക്ക് ഒരു സ്ഥാപനം നല്ല രീതിയിൽ തുടങ്ങി നൽകാമെന്നുള്ള വാഗ്ദാനം പലയിടത്തുനിന്നും ലഭിക്കുകയുണ്ടായി. പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ മന്ദിരങ്ങൾ വരെ കയറിയിറങ്ങി എല്ലാ കാര്യങ്ങളും നടത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് കൊടുത്തത്. ഒടുവിൽ അമ്മ ഈ സ്ഥാപനം തുടങ്ങാൻ തയ്യാറായി. അപ്പോൾ ആരുടെയും സഹായം ലഭ്യമായില്ല എന്ന് സൂചിപ്പിച്ചല്ലോ. പിന്നെ ഇത് എങ്ങനെയാണ് സാധ്യമായത്? ഇതുവരെ ബേസ്മെൻറ്റ് ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മയുടെ ഈ ബിൽഡിംഗ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിന് ലക്ഷങ്ങളുടെ ചിലവുകളുണ്ട് ഇത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അമ്മയോട് തന്നെ ചോദിക്കാം, ഇതെങ്ങനെയാണ് അമ്മ ഇത് ഇപ്പോൾ ഇത്ര വരെ ബേസ്മെൻറ്റ് സ്ഥാനം വരെ എത്തിയതൊക്കെ നുള്ളിപ്പറക്കി കൊടുക്കേണ്ടത് കൊടുത്ത് പണയം വെക്കേണ്ടി വെച്ച് ബാങ്കിൽ തന്നെ 5 ലക്ഷത്തിൽ പരം രൂപയ്ക്ക് കടം വായ്പ എടുത്തിട്ടാണ്. ബാങ്കിൽ നിന്ന് 5 ലക്ഷം കടം എടുത്തു. 5 ലക്ഷത്തിൽ അപ്പുറം ആയി ഇത് എല്ലാം തുടങ്ങി വെച്ചപ്പോൾ അല്ലേ? അങ്ങനെ തുടങ്ങി വെച്ചിട്ടാണ് ഇത് ഇങ്ങനെയെങ്കിലൊക്കെ ചെയ്തത്. ഈ വാഗ്ദാനങ്ങളേ ഉള്ളൂ, സഹായിക്കാമെന്ന് വന്നു കാണാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പം മ്യൂസിയം ആശുപത്രി ഉൾപ്പെടെയാണ് പണിയേണ്ടതാണ്. വീട്ടിലുള്ള പുരസ്കാരങ്ങൾ 500-ൽ പരമുണ്ട്, 1000-നടുത്തുണ്ട്. സർട്ടിഫിക്കറ്റൊക്കെ വയ്ക്കണമെങ്കിൽ അതൊരു സ്ഥാപനം ഉണ്ടാവണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് നന്നാക്കണമെങ്കിൽ തന്നെയും തൂക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടിൽ വയ്ക്കാൻ ഇടവില്ലാതെ കിടന്നുറങ്ങാനും പേടിയാണ്. തലവഴി വന്നു വീഴുമെങ്കിൽ അത് ആകപ്പെട്ടു. എല്ലാവരും വാഗ്ദാനങ്ങളേ ഉള്ളൂ, ഒന്നും ആത്മാർത്ഥമായി സഹായിക്കുന്നവരാരുമില്ല. അങ്ങനെ ഞാൻ കിടന്ന് നമ്മൾ കാടനുമല്ല നാടനും അല്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്കൊന്ന് വനവുമില്ല, വനത്തിനകത്ത് ഒരു വക എടുക്കാൻ ഫോറസ്റ്റ് നിയമം സമ്മതിക്കില്ല. നട്ട പ്ലാവ് പോലും ഫോറസ്റ്റുകാർക്ക് സമ്മതിക്കാതെ നിന്ന് പിന്നെ വന്ന് അളന്ന് നോക്കി തട്ടിയിട്ട് മുറിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇനി അത് അറുക്കണമെങ്കിൽ അവരെ ഇന്ന് പേപ്പർ വാങ്ങിച്ചാലേ മില്ലിൽ കൊണ്ട് അറുത്ത് ഈ സ്ഥാപനത്തിന് വാതിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഫോറസ്റ്റ് നിയമം. കോടികൾ ആയുർവേദത്തിന് അത്ര കോടി മറ്റോ കോടി എന്നൊക്കെ പത്രത്തിലൊക്കെ ഇട്ടിരുന്നല്ല ഇപ്പോഴത്തെ ഈ ഭരണക്കാരി തന്നെ. എന്നിട്ട് ഈ പിന്നോക്ക വിഭാഗങ്ങളായ ആദിവാസികൾക്കോ പട്ടികവർഗ്ഗക്കാർക്ക് എന്താണ് 1 കോടിയും കിട്ടിയില്ല. നമുക്ക് വാഗ്ദാനങ്ങളേ ഉള്ളൂ. കിട്ടുന്നത് നക്കാപ്പിച്ചാൽ എന്തെങ്കിലും 1 രൂപ 2 രൂപ കിട്ടിയാലായാൽ, അല്ലാതെ നമുക്ക് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനൊന്നും സർക്കാരിൽ നിന്ന് കിട്ടൂല. ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ അങ്ങനെയൊക്കെ പെൻഷൻ വെച്ചാൽ വാർദ്ധക്യ പെൻഷൻ മാത്രമുണ്ട് എനിക്ക്. 2000 വെച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ മഞ്ഞ കാർഡായിട്ട് ഫ്രീ റേഷനും കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സാമ്പത്തിക സഹായം അതൊന്നും പോരല്ലോ. ഈ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ വന്ന് കാണുന്നവർ അത്ഭുതപ്പെടുന്നു. സ്ഥലമില്ല, ഒരു കുഞ്ഞ് എറുമ്പിന് പോലും ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇന്ന്. കണ്ടോ, വീട് മുഴുവനും എന്താ പറയുക, മൊമെൻ്റോ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അവിടെ ഒരാൾക്ക് നന്നായിട്ട് നടന്നു പോകാനോ ഇരിക്കാനോ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ അമ്മയുടെ ഈ പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ചാക്കിൽ കെട്ടി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എല്ലാം പൊടി പിടിച്ച് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് അത് ജീവിതത്തിൽ വരും തലമുറകൾക്കൊരു വലിയൊരു റിസർച്ച് തന്നെയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. അത്തരം മഹത് വ്യക്തിയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. അവരുടെ ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് തന്നെ പണി പുരോഗമിച്ച് ആ പണി പൂർത്തീകരിച്ച് ഒരു നല്ലൊരു മ്യൂസിയവും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഓഫീസും ഒക്കെ ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരു കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് പാമ്പിനെ കൊണ്ട് പൊറുതിമുട്ടി. നമ്മൾ ഈ കൊടും വനത്തിനകത്ത് പാമ്പൊന്നും നമുക്ക് പേടിയില്ല. പാമ്പുകൾ മുറിവേൽപ്പിച്ചാൽ തന്നെ അതിന് പറ്റിയ പച്ചില മരുന്നുകളൊക്കെ നമുക്ക് വശമുണ്ട്. അതുപോലും ചെയ്ത ഓർക്കിഡും വളർത്തി അന്താരാഷ്ട്ര നിലവാരമുള്ള കെട്ടിടങ്ങൾ വെച്ചുകൊണ്ട് കഥയില്ല. നമ്മൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്ക് ജീവിക്കണം. ഈ നാട്ടിൽ ഇവിടെ വിഷം തൊട്ട് വന്നത് തന്നെ 1000-ൽ പരമായി. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ്. ഈ അയൽവാസികൾ പോലും ഇപ്പോൾ എനിക്കെതിരെ പാരയല്ലാതെ ഒരു നല്ല കാര്യമൊന്നും ചെയ്തു തരാൻ ആരുമില്ല. ചെയ്യണവരെ പോലും സഹായിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അടുത്ത നാട്ടുകാരൊക്കെ ചെയ്യുന്നതായിട്ടാണ് അറിവ്. രാഷ്ട്രീയം കളിച്ചാലല്ല എനിക്ക് ഒരു രാഷ്ട്രീയത്തോടും മമതാബന്ധവുമില്ല, വിരോധവുമില്ല. രാഷ്ട്രീയം വരും പോകും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ഇടതനോ വലതനോ ആർക്കായാലും ഗുൽമാൽ കൂടിയ പാമ്പ്, തേള്, ചിലന്തി, കട്ടറുപ്പ് മുതൽ കരിമൂർക്കം വരെ കടിയേറ്റവർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും വന്നൊരാൾ ആയിട്ട് പോയി, മരുന്നൊക്കെ കൊടുത്തയച്ചു. വിഷം ജീവികൾ വന്നാലും അവരെ ഓട്ടിക്കാനുള്ള മരുന്നൊക്കെ നമുക്ക് വശമാണ്. നമ്മൾ കാട്ടിൽ ജീവിച്ചുകൊണ്ട് അതൊക്കെ പഠിച്ചതുകൊണ്ട് അറിയാം. നമ്മുടെ മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെയാണ് അമ്മയും ഇപ്പോൾ പറയുന്നത്.
മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ആ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ തെറ്റിക്കുന്നതുകൊണ്ടാണ് പാമ്പും പഴുതാരയും ഒക്കെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ പാമ്പ് കടിയേറ്റ് ഒട്ടനവധി കുട്ടികൾ മരണപ്പെട്ട സാഹചര്യമാണ് ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിഷജന്തുക്കളെ കൊണ്ടുള്ള ഭയം വേണ്ട. അതിന് ചികിത്സ, വളരെ ശക്തമായ ചികിത്സ തന്നെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കഴിവിനെ, ഈ ഒരു അറിവിനെ, ഈ ഒരു ആയുർവേദത്തെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് കെട്ടി പൂർത്തിയാക്കി അതൊരു വലിയ മ്യൂസിയമായി മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സർവ്വ രാഷ്ട്രീയ, സാമുദായിക, സിനിമാ മേഖലകളിലുള്ള എല്ലാവരും, വിശേഷിച്ച ഡോക്ടേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും അമ്മയെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സഹായിച്ചുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് പൂർത്തീകരിച്ച് അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു അമ്മ. തീർച്ചയായിട്ടും നമുക്കിതൊക്കെ ചെയ്യാം. പിന്നീട്